നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. പ്രണയിച്ച് വിവാഹം കഴിക്കുക എന്നത് ആർക്കും സാധ്യമായ ഒന്ന് തന്നെയാണ്. എന്നാൽ മരണം വരെ അയാളെ നിസ്വാർത്ഥമായി പ്രണയിക്കുക, ജീവനായി കരുതുക എന്നത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. അതിനാൽ തന്നെയാണ് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ ആളുകൾ വിവാഹശേഷം ആ പഴയ സ്നേഹമൊന്നും പങ്കാളിയിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് പരാതിപ്പെടാറുമുള്ളത്. പ്രാരാബ്ദങ്ങളിലേക്ക് ജീവിതം ചേക്കേറുമ്പോഴും പ്രണയവും സ്നേഹവും അതിനപ്പുറം മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് മറന്നു പോകുന്നവരും നിരവധിയാണ്. എന്നാൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം 10-14 ആകുമ്പോഴും ഇപ്പോഴും പ്രണയിച്ച് കൊതി തീരാത്ത ഒരു ദമ്പതികൾ മലയാളത്തിലുമുണ്ട്. MG ശ്രീകുമാറും പ്രിയപത്നി ലേഖയുമാണ് അത്. ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. ലിവിംഗ് ടുഗദറിന് ശേഷമായിരുന്നു വിവാഹം. മൂകാംബിയിലെ വിവാഹത്തിന്റെ കഥകളൊക്കെ നേരത്തെ തന്നെ ഇരുവരും പറഞ്ഞത് വൈറലായി മാറിയിരുന്നു. നിഴലായി എല്ലാത്തിനും MGക്കൊപ്പം ലേഖയും ഉണ്ടാകാറുണ്ട്. ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നത് എന്തിന് മടിക്കണം എന്നായിരുന്നു അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ എവിടെ പോയാലും കൂടെ കൂട്ടാറുണ്ട്. എനിക്ക് ഭാര്യയെ പേടിയാണ് എന്നൊക്കെ ചിലർ കളിയാക്കാറുണ്ടെന്നും MG മുൻപ് പറഞ്ഞിരുന്ന കാര്യമാണ്. വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബജീവിതം ആർക്കും അസൂയ തോന്നുന്ന രീതിയിലാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ലേഖയുടെ രണ്ടാമത്തെ വിവാഹമായിരുന്നു MG ശ്രീകുമാറുമായിട്ടുള്ളത്. ആദ്യ ബന്ധത്തിൽ ഒരു മകളുണ്ട്. ആ മകളുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോൾ കൊച്ചുകുമകളുമായി. പക്ഷേ ലേഖയും MGയും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാവാം അമ്മ എനിക്ക് ജന്മം നൽകിയത് എന്നാണ് MG ശ്രീകുമാർ ഒരിക്കൽ പറഞ്ഞത്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മനോഹരമായ കാര്യം MGയെ കണ്ടുമുട്ടിയതാണ് എന്ന് ലേഖയും പറഞ്ഞിട്ടുണ്ട്. ലേഖയുമായുള്ള വിവാഹത്തിന് MG തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു. ഇപ്പോഴും ചില ബന്ധുക്കൾ ആ അനിഷ്ടം നിലനിർത്തുന്നുമുണ്ട്. പരസ്പരം കണ്ടും സ്നേഹിച്ചും ഇരുവർക്കും മതിയായിട്ടില്ല എന്നും വർഷങ്ങൾ ഓരോന്ന് കഴിയുന്തോറും ഇരുവർക്കും ഇടയിലുള്ള പ്രണയത്തിന് 10 മടങ്ങ് ശക്തി ഉണ്ടാവുകയാണെന്നും താരദമ്പതികളെ നിരന്തരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ലേഖയില്ലാതെ MGയോ MG ശ്രീകുമാർ ഇല്ലാതെ ലേഖയോ പൂർണ്ണയാവില്ല. ഇപ്പോഴിതാ പ്രിയ ഭർത്താവിനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് വിളിച്ചു പറയുന്ന പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ലേഖ. എന്റെ ആയുസ് മുഴുവനും എനിക്ക് നിന്റെ സ്നേഹം വേണം, ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം തീരുന്നതുവരെ എനിക്ക് ആയുസ് മതി എന്നാണ് MG ശ്രീകുമാറിന് ഒപ്പമുള്ള പഴയകാല ഫോട്ടോകൾ പങ്കുവച്ച് ലേഖ കുറിച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്നേഹം എന്നാണ് ഇരുവർക്കും പരസ്പരമുള്ള സ്നേഹത്തെ പ്രശംസിച്ച് ആരാധകർ കുറിച്ചിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥ പ്രണയത്തിന്റെ നിർവചനം. ആഴത്തിൽ സ്പർശിക്കുന്നതും അസാധാരണമാമിതം മനോഹരമായ വാക്കുകൾ എന്നും ചിലർ കുറിച്ചിട്ടുണ്ട്. കുറച്ചു കാലങ്ങൾക്കും ലിവിംഗ് റിലേഷനും ശേഷമാണ് 2000-ലാണ് ശ്രീകുമാറും ലേഖയും വിവാഹിതരായത്. MG ശ്രീകുമാറിന്റെയും ഭാര്യ ലേഖയുടെയും പ്രണയകഥ മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. സൗഹൃദത്തിൽ തുടങ്ങി ബന്ധം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ ഈ ബന്ധം ഇരുവർക്കും എളുപ്പമായിരുന്നില്ല. എന്നാൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനത്തിലായിരുന്നു ഇരുവരും. ലേഖയെ ജീവിത പങ്കാളിയാക്കാനുള്ള ശ്രീകുമാറിന്റെ തീരുമാനം വലിയ ചർച്ചകൾക്കും എതിർപ്പുകൾക്കും കാരണമാക്കിയിരുന്നു. പക്ഷേ പ്രതിസന്ധികളിൽ ഒന്നും തന്നെ വകവയ്ക്കാതെ ഇരുവരും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പ്രണയം വിവാഹത്തിലേക്ക് എത്തുമ്പോഴും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നുവെങ്കിലും പരസ്പര വിശ്വാസമാണ് ആ ബന്ധത്തെ ശക്തരാക്കിയത്. 1988-ൽ ചിത്രം എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്താണ് MG ശ്രീകുമാർ എന്ന ഒരു ഗായകനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് MG വലിയ സെലിബ്രിറ്റി സ്റ്റാർഡം ഒന്നും ഉള്ള ആളല്ല. തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് അറിയാം. അല്ലാതെ അറിയുവാൻ അന്ന് TVയോ സോഷ്യൽ മീഡിയയോ ഒന്നും തന്നെ ഇല്ലല്ലോ. വഴിയെ കാത്തുനിന്ന് റോഡിലൂടെ പോകുന്ന എനിക്ക് ഇത് ഞാൻ പാടിയ പാട്ടാണ്, പുതിയ കാസറ്റാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ തരികയായിരുന്നു. വാങ്ങി കേട്ട് പിറ്റേ ദിവസം കണ്ടപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞു. അവിടെയാണ് സൗഹൃദം തുടങ്ങുന്നത്. പ്രണയമാണ് എന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു. നമ്മളെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഒരാൾ ഉണ്ടാവുക എന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് MG ശ്രീകുമാറായി ഞാൻ കണ്ടത്. ഞങ്ങളുടെ പ്രണയം ആദ്യം പൊക്കിയത് സുജാതയാണ് എന്നുമായിരുന്നു ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ലേഖ പറഞ്ഞത്. സംഗീത ലോകത്ത് തിളങ്ങി നിൽക്കുന്നതിനൊപ്പം തന്നെ കുടുംബജീവിതത്തിലും സന്തോഷം കണ്ടെത്തിയ ശ്രീകുമാറും ലേഖയും പലപ്പോഴും തങ്ങളുടെ പ്രണയകാലത്തെക്കുറിച്ചും ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട്.